ഈ 2 ഐറ്റങ്ങളെ ഇതുപോലൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല്, ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് തോന്നും. പിന്നെ ഇതങ്ങോട്ട് മാറ്റി വെക്കാൻ തോന്നിയില്ലടോ. അപ്പഴ് തേങ്ങയും, നിലക്കടലയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ക്രഷാക്കി മാറ്റി വെച്ചിട്ട്, ഇനി ഒരു പാനിലോട്ട് കുറച്ച് ചെറിയ ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട്, അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി, ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട്, ഇനി അതിലേക്ക് പഴുത്ത് നോക്കി ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കുവേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത നമ്മുടെ അമരപ്പയറുണ്ടല്ലോ, അതായത് കൊത്തമര, അതും ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട്, ഇനി ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണേ. ഇങ്ങനെ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ക്രഷാക്കി വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരല്പം വെള്ളം മിക്സിയുടെ ജാറ് കഴുകി ഒന്ന് ഒഴിച്ച് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി വീണ്ടും 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേ. അടച്ച് വെച്ചിട്ട് തുറന്ന് വരും തുറന്നിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കിയേ. നല്ല പൊള്ളി ഒരു തോരനാണോ ഇതിന്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിച്ച് തന്നെ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ എങ്ങനെയാ, ട്രൈ ആക്കല്ലേ?